ഇവിടെ കൃത്യമായി എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അറിയാവുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സന്തോഷ് സാറുണ്ട്. ഒരു കാര്യം ശക്തമായി പറയാം, ഇതൊരു സൂചന മാത്രമാണ്. SNDP യോഗത്തിൽ കരിയോയിൽ ഒഴിക്കാൻ വന്നാൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ദേഹത്ത് കരിയോയിൽ ഒഴിക്കുമത്രേ. ആ ചിന്ത അവന്റെ തലച്ചോറിൽ ഉദിക്കുന്നതിന് മുമ്പ്, അത് അവന്റെ കൈവിരലിലേക്ക് പ്രസരിക്കുന്നതിന് മുമ്പ് ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് അത് തടുക്കുവാനായിട്ട്. അത് വിസ്മരിച്ചുകൊണ്ട് ഒരാളും മുന്നോട്ട് പോകേണ്ട. ഞങ്ങളുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും. അത്രയ്ക്ക് വീര്യമുള്ള സമര പോരാട്ട സംഘടനയാണ് SNDP യോഗം. അതൊന്ന് റിപ്പോർട്ടർ ചാനൽ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ പ്രിയങ്കരനായ SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരേക്കണ്ടി സന്തോഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തമിഴ്നാട്ടിലുമൊക്കെ വളരെ വലിയ ബിസിനസ് ശൃംഖലകള് വ്യാപിച്ചു കിടക്കുന്ന ഒരു മാന്യദേഹമായിട്ടുള്ള അരയക്കണ്ടി സന്തോഷ് അവർകൾ, സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ശ്രീമതി സംഗീത വിശ്വനാഥ്, റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ, വിവിധ യൂണിയനുകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഇന്നിവിടെ പരിപാടി ഇത്രയും വിജയകരമായി സംഘടിപ്പിച്ചാൻ ചുക്കാൻ പിടിച്ച പറവൂർ SNDP യൂണിയന്റെ കൺവീനർ ശ്രീ ഷൈജു മനക്കപ്പടി, ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ അംഗങ്ങൾക്ക് നമസ്കാരം. SNDP യോഗം എറണാകുളം ജില്ലയിലെ ഏതാനും യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു പരിപാടി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മറ്റ് പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങളുടെ പരിപാടി തുടങ്ങിയത് തന്നെ ശാന്തി മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരുദേവനാണ് ഈ സംഘടന സ്ഥാപിച്ചതെന്നുള്ളത് കൊണ്ടും വളരെ സമാധാനപരമായ അന്തരീക്ഷം ഈ കേരളത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ശാന്തി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങിയത്. എന്നാൽ ഈ ശാന്തി മന്ത്രം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ചില മന്ത്രങ്ങളും ഞങ്ങൾക്ക് ഉച്ചരിക്കാൻ സാധിക്കുമെന്ന് ഈ റിപ്പോർട്ടറിന്റെ ചാനലിനോട് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. ലോകത്തുള്ള മുഴുവൻ ശ്രീനാരായണീയരും ഗുരുദേവ വിശ്വാസികളും ഏറ്റവും പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ശിവഗിരി കുന്നുകളിലെ മഹോത്സവം നടക്കുന്ന വേളയില്, തീർത്ഥാടനം നടക്കുന്ന വേളയില് ലോകാരാധ്യനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ, പകരം വെക്കാനില്ലാത്തൊരു അമരക്കാരൻ, കഴിഞ്ഞ 30 വർഷമായി SNDP യോഗത്തിന്റെ അമരക്കാരനായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന വന്ധ്യവയോധികൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഏതാണ്ട് 90 വയസ്സിലേക്ക് അടുക്കുകയാണ്. 89 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഇവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മൈക്കുമായിട്ട് കടന്നു ചെന്ന ഇബ്രാഹിം എന്ന് പറയുന്ന പാലായിലെ ആ ഒരു ചെക്കനുണ്ടല്ലോ, പാലാ മുനിസിപ്പാലിറ്റിയിലെ പാലാ ബിഷപ്പിനെയൊക്കെ അവിടെ പൂട്ടിയിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ തീവ്രവാദികൾക്ക് പാലൂട്ടുന്ന റിപ്പോർട്ടർ ചാനലിലെ ആ ചെക്കനുണ്ടല്ലോ, ആ ചെക്കൻ എന്താ വിചാരിച്ചത്? ആരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വിചാരിച്ചോ? എന്താണ് SNDP യോഗം എന്ന് നിനക്കറിയാമോ മോനെ? SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. നിന്റെയൊക്കെ ബാപ്പാന്റെ ബാപ്പ ആരായിരുന്നു എന്ന് ചോദിച്ചാല് ഞങ്ങളുടെ ചേകവന്മാര്, അങ്ങ് ചേകവന്മാര് ചെട്ടിയങ്ങാടിയിൽ ഓടിച്ചിട്ടടിച്ചപ്പോ ആരോമൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെയും പാരമ്പര്യത്തില് ചുരികത്തലപ്പുകൾ വീശിയപ്പോ ഓടി ഒളിച്ചവനല്ലേ നിന്റെ ഉപ്പാന്റെ ഉപ്പ, നിന്റെ ഉമ്മാന്റെ ഉമ്മയോ എന്നല്ലേടാ? നിനക്ക് ധൈര്യമുണ്ടോ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്തേക്ക് മൈക്ക് കൊണ്ടുവരാനായിട്ട്? കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാം? ഇവിടെ ഇന്ത്യയെ കാബാലിക രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട്
ബംഗ്ലാദേശിനെ പോലെ ആക്കി മാറ്റിക്കൊണ്ട് താലിബാനെ പോലെ ആക്കി മാറ്റാൻ കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്ന വിദേശ തീവ്രവാദ ശക്തികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടായിരിക്കും ഇവരൊക്കെ വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് പറയുന്നത്? എന്ത് വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത്? ഈ റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തലയിൽ മുടിയില്ലാത്ത ചില ആളുകളൊക്കെ ഇവിടെ നിന്ന് ആ ചാനലിനെ നയിക്കുമ്പോ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? അവിടുത്തെ അങ്ങ് KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പറഞ്ഞില്ലേ, കേരളത്തിന്റെ ഭരണം പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പച്ചയായിട്ട് പറഞ്ഞില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം മുസ്ലിങ്ങൾക്ക് ഒത്തിരി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? മതമാണ് 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 പ്രശ്നമെന്ന് പ്രസംഗിച്ചില്ലേ? അതിനെതിരെ ഇന്ന് വൈകിട്ട് ഒരു അന്തിച്ചർച്ച വെക്കാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന്. പിന്നെ നീയൊന്നും കാണുന്ന പോലെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഒരു റെപ്രസെന്റേഷൻ മാത്രം. SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്ത് തന്നെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല SNDP യോഗം ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള പ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് എത്താനായിട്ട് അധികം താമസമൊന്നും വേണ്ട മോനെ. നീയൊക്കെ വിദേശവാസത്തിന് സുഖവാസത്തിന് ചെന്ന് അമേരിക്കയിലോ അല്ലെങ്കിൽ പട്ടായയിലോ ഒക്കെ പോയി ഇറങ്ങുന്ന സമയത്ത് അവിടെ വെച്ചും നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് നീ മനസ്സിലാക്കണം കേട്ടോ. കേവലം കേരളത്തിൽ മാത്രമൊന്നുമല്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ശാന്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ പോകുമ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഗുരുദേവനെയും നയിക്കുന്നത്, ഈ കാണുന്ന ഞങ്ങളെയൊക്കെ നയിക്കുന്നത് കേവലം ഇവിടെ പീത പതാകയും എന്ന് ഞങ്ങളുടെ മുൻപിൽ നടന്ന ഈ നേതാക്കന്മാരല്ല ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളെ നയിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഞങ്ങളെ നയിക്കുന്നത് രാമനും കൃഷ്ണനുമാണ്. ഞങ്ങളെ നയിക്കുന്നത് മഹാരഥന്മാർ ചമച്ച പത്മവ്യൂഹത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഇനിയൊരിക്കൽ കൂടി തിരിച്ചു വരില്ല എന്നറിഞ്ഞുകൊണ്ട് മഹാരഥന്മാർ ചമച്ച പത്മവ്യൂഹത്തിലേക്ക് എടുത്തു ചാടി വീരമൃത്യു വരിച്ച ധീരബാലനായിട്ടുള്ള അഭിമന്യുവാണ് ഞങ്ങളെ നയിക്കുന്നത്. നിന്നെയൊക്കെ ഈ കാണുന്ന തടാകത്തിൽ മുക്കിക്കൊല്ലാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നൊന്ന് നീട്ടിത്തുപ്പിയാൽ മതി എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ കൂടി ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. കേവലം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നിങ്ങളിങ്ങനെ പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ്? അദ്ദേഹത്തിന്റെ ബിസിനസ് ആദിവാസി ഭൂമിയിലെ മരം കട്ടുമുറിക്കലായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും പാവപ്പെട്ടവന്റെ മണ്ണ് പിടിച്ചെടുത്തിട്ടില്ല. അദ്ദേഹം കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പാവപ്പെട്ട ആദിവാസി ഭൂമികൾ, വനവാസികളുടെ ഭൂമികൾ കൈവശപ്പെടുത്തിയിട്ടില്ല. നീയൊക്കെ കട്ട് എടുത്ത പണം കൊണ്ടല്ലേ ഇതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്? കട്ടെടുത്ത പണമല്ലേ ചാനല് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്നിട്ട് അതിന് കൊട പിടിക്കാനായിട്ട് കുറെ മാധ്യമ വ്യഭിചാരികൾ നടക്കുന്നു. ഇതാണോ നിന്റെ മാധ്യമധർമ്മം? എന്താണ് ജേർണലിസം എന്ന് പോയി പഠിക്കണം. ആദ്യം എന്താണ് ജേർണലിസം എന്ന് പഠിക്കണം, പഠിച്ചിട്ട് വരണം ജേർണലിസം. ഇവന്റെ ആ ചെക്കനുണ്ടല്ലോ, ഒരു 10-25 വയസ്സുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു 30 വയസ്സുണ്ടാവും അവന്. അവന്റെ ബാപ്പാടെ പ്രായം നോക്കിയാൽ ഒരു 50 വയസ്സുണ്ടാകും. അവന്റെ ബാപ്പാന്റെ പ്രായം നോക്കിയാൽ ഒരു 70 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 80 വയസ്സുണ്ടാകും. അതിനേക്കാൾ മൂത്തതാടോ വെള്ളാപ്പള്ളി നടേശൻ? നിന്റെയൊക്കെ ഉപ്പാപ്പാന്റെ വായിലേക്ക് നീ കോല് കുത്തിക്കയറ്റുന്ന അവന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലമല്ലേ അവനോട് പ്രദർശിപ്പിച്ചത്? പിന്നെ വേറൊരുത്തൻ മലപ്പുറത്തിരുന്നുകൊണ്ട് ഹാരിസ് മുതൂർ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അവൻ പറഞ്ഞു കരിയോയിൽ ഒഴിക്കുന്നു. അവൻ വെള്ളാപ്പള്ളി നടേശന്റെ നിഴലിലെങ്കിലും തൊട്ടാല്, ഞാൻ പറയുകയാണ്, മുഖത്ത് കരിയോയിലഴിക്കലല്ല, നിഴലിലെങ്കിലും തൊടാൻ നീ ധൈര്യം കാണിച്ചാല്, അങ്ങ് നിന്റെ ആത്മീയ നേതാക്കന്മാരുണ്ടല്ലോ മലപ്പുറം ജില്ലയിലെ, ആ നേതാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം. നിങ്ങളുടെ രാജ്യം, ആ മഹത്തായിട്ടുള്ള രാജ്യം, അവിടുത്തെ അതിർവരമ്പുകളിൽ മാത്രമൊന്നുമല്ല. ഇവിടെ കുറെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആളുകള്, അതിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, റൌഫ് എന്ന് പറയുന്ന ഒരു നേതാവ്. അവൻ പറഞ്ഞു, ഞങ്ങള് മുഴുവൻ ജിഹാദിവൽക്കരണം നടത്തി കേരളത്തെ ഞങ്ങളുടെ രാജ്യമാക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ തീഹാർ ജയിലിൽ പോയിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാ അവിടെ ഞങ്ങളുടെ രാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെക്കനൊക്കെ എവിടെ പോയി കിടക്കുമെന്ന്, പോയി കിടക്കാതിരിക്കാൻ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മോനെ എന്ന് മാത്രമാണ് നിന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്.
ഇതിനൊക്കെ അപ്പുറത്തേക്കൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. കാരണം ഇവരൊക്കെ ഒരു സത്യം വിളിച്ചു പറഞ്ഞാല്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതൊരു സത്യമാണ്. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ പോയി നോക്കിക്കോ. എന്നെ കേൾക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് ഇവിടെ, എന്നെ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. ഇവരൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഞാൻ കുറെ അധികം കാലം മലപ്പുറം ജില്ലയിൽ ബിസിനസ് നടത്തിയാളാ, വർഷങ്ങളോളം. അവിടെ ഒരു പ്രത്യേക മാസം വന്നാല് വെള്ളവും കുടിക്കാൻ പറ്റൂല, അങ്ങോട്ട് നോക്കാനും പറ്റൂല, ഇങ്ങോട്ട് നോക്കാനും പറ്റൂല. കോട്ടക്കൽ എന്ന് പറയുന്ന പ്രദേശം ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു പ്രദേശം, പൊന്നാനി എന്നുള്ള പ്രദേശം, തിരൂർ എന്ന പ്രദേശം, തിരൂരങ്ങാടി, ഈ പ്രദേശങ്ങളിലൊക്കെ ഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശത്ത് പോലും ഒരു ചെറിയ കട തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ അവരനുവദിക്കില്ല. അവരുടെ മതമാണ് അവർക്ക് പ്രശ്നം. അത് തന്നെയാണ് KM ഷാജി പറഞ്ഞത്, മതമാണ് 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 പ്രശ്നം, ഞങ്ങൾക്ക് മതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മതം പറഞ്ഞില്ല. 14%, 13% സംഭരണമുള്ള OBC സംഭരണമുള്ള ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടിയില്ല എന്നൊരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി. 18ഓളം കോളേജുകള്, അറബിക് കോളേജുകളാണ് ഈ മലപ്പുറത്ത് എയ്ഡഡ് കോളേജ് ആക്കി. എങ്ങനെയാണ് കോളേജ് ഉണ്ടാക്കണമെന്ന് കൂടി നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം. അവിടെ യത്തീം ഖാനകളുണ്ട്, യത്തീം ഖാനകൾക്ക് 50-100 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ അറബിക് കോളേജുകൾ തുടങ്ങും. ആദ്യം ഈ അറബിക് കോളേജുകൾ തുടങ്ങിയിട്ട് അത് സാവധാനം എയ്ഡഡ് കോളേജാക്കി മാറ്റും. എയ്ഡഡ് കോളേജുകളിൽ വീണ്ടും ആർട്സ് കോഴ്സുകൾ തുടങ്ങും. അങ്ങനെ ഏതാണ്ട് 12ഓളം കോളേജുകൾ എയ്ഡഡ് മേഖലയിൽ ഈ കഴിഞ്ഞ കാലത്ത് നമ്മുടെ അബ്ദുൾ റബ്ബ് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ എഴുതിയെടുത്തു അവര് മലപ്പുറം ജില്ലയിൽ. എന്നാൽ SNDP യോഗം ഒരു റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് അത് കീറി, 4ആയി കീറി ചവറ്റുകൊട്ടയിലെറിഞ്ഞു. ഈ സത്യം പറഞ്ഞപ്പോഴാണ് വർഗീയവാദിയായത്. ഇത് സത്യമല്ലേ? സത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ ചർച്ചക്കെടുക്കും. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് വരട്ടെ. ഞാനിന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം മുസ്ലിം ലീഗിന്റെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഒരു നേതാവ്, നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ഒരു അദ്ദേഹം അല്പസമയത്തിന് മുമ്പാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി കൂടി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, പറയേണ്ട കാര്യം പറയാതെ പോകരുതല്ലോ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് SNDP യോഗം പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 1903 വന്നു. കുമാരനാശൻ 1921 നടന്ന മലബാർ കലാപത്തെ ആസ്പദമാക്കി ഒരു കവിത എഴുതിയപ്പോ അതിന് ഒരു വരി തിരുത്തണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തീവ്രവാദികൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. എന്താണത്? ക്രൂരഹമ്മദർ ചീന്തിയ ഹൈന്ദവ ചോരയിൽ ചോന്നഴും ഏറനാട്ടിൽ എന്ന് പറയുന്ന ഒരു വരി തിരുത്തി എഴുതണം. മുന്നോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ടകെട്ടി വമ്പാർന്നനാചാര മണ്ഡല ഛത്രരായി നമ്പുരാർ വാണരുളുന്ന നാട്ടിൽ കേരള ജില്ലയിൽ കേദാരവും കാടും ഊരും മലകളും ആർന്നതിക്കിൽ ക്രൂരഹമ്മദർ ചീന്തിയ ഹൈന്ദവ ചോരയിൽ ചോന്നഴും ഏറനാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒരു ദുരവസ്ഥ, കേരളത്തിന്റെ ദുരവസ്ഥ. 1921 മലബാർ ലഹള എന്ന പേരില് അങ്ങ് ഗൂഡല്ലൂര് മുതൽ ഗൂഡല്ലൂര്, നിലമ്പൂര്, മഞ്ചേരി, വണ്ടൂര് തുടങ്ങിയിട്ട് പെരിന്തൽമണ്ണ തുടങ്ങി അങ്ങ് കടലിന്റെ അടുത്ത് കിടക്കുന്ന പൊന്നാനി വരെയുള്ള പ്രദേശങ്ങളിലെ 10,000-കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെട്ടിക്കൊലപ്പെടുത്തി തൂവൂർ കിണറിലൊക്കെ ഇട്ട് മൂടിയ ചരിത്രം നേരിട്ട് കണ്ടെഴുതിയ ഒരു കവിതയാണ് ഈ ദുരവസ്ഥ എന്ന് പറയുന്ന കവിത. അതില് ആ ഒരു ലൈൻ മാറ്റണമെന്ന് പറഞ്ഞു. അദ്ദേഹം തയ്യാറായില്ല. ഞാൻ അനുഭവിച്ചതാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അധികം താമസിയാതെ പിറ്റേ വർഷം ബോട്ട് മുങ്ങി മരിച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ബോട്ടൊക്കെ മുക്കാന്നല്ല വിചാരം ഉണ്ടെങ്കിൽ മോനെ, നിങ്ങളുടെ അവിടുത്തെ ആത്മീയ ആചാര്യന്മാരെ പുറത്തിറങ്ങുന്നത് പോലും അറിയില്ല. ഈ നാട്ടിൽ ഒരുപാട് അജ്ഞാതന്മാര് കറങ്ങി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് SNDP യോഗത്തിനെതിരെയും SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയും ഞങ്ങളുടെ ചങ്കിലെ വെളിച്ചമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു.
ഞങ്ങളുടെ എല്ലാം വെളിച്ചമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന, നീതി നിഷേധിക്കപ്പെട്ടവന്റെ ശക്തമായിട്ട് പരിരക്ഷിക്കുന്ന, അവന്റെ ശബ്ദമായിട്ട് പരിലസിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്തരം ഒരു ആരോപണങ്ങളോ പ്രവൃത്തികളോ ഇനി എന്നെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമവേശ്യകളുടെ ഭാഗത്തു നിന്നുണ്ടായാല് ഒരു താക്കീതും നൽകാതെ തിരിച്ചടിക്കുമെന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് ഇവിടെ വന്നിരിക്കുന്ന ഈ സമര ഭടന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്താം. മരം മുറിച്ചതൊന്നും ഞങ്ങൾ തൽക്കാലം പറയണില്ല, അതിന്റെ പുറകെയൊന്നും പോകുന്നില്ല. ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തതും പറയുന്നില്ല, അതിന്റെ പുറകെയും പോകുന്നില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞു പോകാനും നിയമ നടപടികളിലേക്ക് എത്തിക്കാനും ഞങ്ങളെ പ്രേരിപ്പിച്ചാൽ അതിനുകൂടി തയ്യാറാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനിയൊരിക്കൽ കൂടി വെള്ളാപ്പള്ളി നടേശന്റെ നേരെ ശബ്ദമുയർത്തിയാൽ ആ ഉയർത്തുന്ന കണ്ഠമരിഞ്ഞ് മാറ്റുന്നതിന് യാതൊരു സങ്കോചവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രതിഷേധ സമരത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ കുന്നത്തുനാട് യൂണിയന്റെ സെക്രട്ടറി ശ്രീ കർണൻ അവർകളെ, ചെയർമാൻ കർണൻ അവർകളെ ക്ഷണിക്കുന്നു. വളരെ സ്നേഹമുള്ള അധ്യക്ഷ വൈകുന്ന ശിവ ടീച്ചർ, ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അരക്കണ്ടി സന്തോഷ്, വളരെ സ്നേഹമുള്ള യൂണിയൻ്റെ നേതാക്കന്മാരെ, എൻ്റെ സഹപ്രവർത്തകരായ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, ഈ കൊച്ചു കേരളത്തിൽ 40% വരുന്ന പാവപ്പെട്ട ഈഴവർക്ക് ഇവിടെ താമസിക്കാനും ജീവിക്കാനും അനുവദിക്കില്ല എന്ന് പറയുന്ന ഈ ബുദ്ധിശാലികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ റിപ്പോർട്ട് ചാനൽ മാത്രമല്ല, എല്ലാ ചാനലിനോടും ഈ സമുദായം ഉറക്കെ പറയുന്നു, നിങ്ങളൊന്ന് വന്നു നോക്ക്. ഇതാകെ 2 യൂണിയൻ സാമ്പിൾ ഒരു വെടിക്കെട്ട് തൃശ്ശൂർ പൂരം പോലെ മാത്രം വന്നിട്ടുള്ളൂ. ജനകോടികൾ വരും. ബഹുമാനായ ജനറൽ സെക്രട്ടറിയെ, ഈ സമുദായത്തെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ തീക്കളിയാവും എന്ന് മാത്രമാണ്. ഇവിടെ അല്പം മുമ്പേ ഉദ്ഘാടകനും അധ്യക്ഷതയും വഹിച്ചു, മറ്റു കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ഈ സമുദായം മുന്നോട്ട് പോകും. അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാല്ല, കണക്ക് പറഞ്ഞ് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ഞങ്ങളുടെ കണക്ക് പറഞ്ഞ് മുൻകാലത്ത് തരാനുള്ള കുടിച്ചടക്കം തന്നിട്ട് ഇവിടെ മുന്നോട്ട് പോയാൽ മതി. തലയെക്കെട്ട് സഹോദരന്മാരെ, ഞങ്ങളും തലയെക്കെട്ട് അരയിൽ കെട്ടും, വാള് കയ്യിലുണ്ടാവും. അതിന് നിങ്ങൾ ആ ഇട കൊടുക്കരുത്. നിങ്ങളെല്ലാവരോടും സ്നേഹമുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച പൊക്കോ, ഞങ്ങൾ ഏതെങ്കിലും ഇട ദിവസം വരാം, അതിനും കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് പോകാം. എല്ലാ പ്രാർത്ഥനയും നമുക്ക് ഒരുമിച്ച് നടത്താം. ഇതിന് പരിഹാരമുണ്ടാകാതെ ഇതിനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ബഹുമാനായ ജനറൽ സെക്രട്ടറിയെ, ആവശ്യമില്ലാണ്ട് മലപ്പുറത്ത് വെച്ച് സംസാരിച്ച കാര്യം സത്യമല്ലേ? ഏതെങ്കിലും ഒരു സഹോദരൻ പറയാമോ? ധൈര്യമുണ്ടെങ്കിൽ വാ. ഒരു സമുദായം പറയില്ല, ഒരു രാഷ്ട്രീയക്കാരനും പറയില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു വലിയ സന്തോഷമുണ്ട്, എങ്ങനെയും കുറച്ച് വോട്ട് പിടിച്ച് എല്ലാവരും കൂട്ടുപിടിച്ച് ജയിക്കാം. ഇത് പാവപ്പെട്ടവരെ തള്ളപ്പെട്ടവരാണ് SNDP യോഗമെന്ന്. കാലം പോയി, കടന്നുപോയി. 100 വർഷം കഴിയുമ്പോൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ നേരെ വരാം. നേരത്തെ സംസാരിച്ച എൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറയുന്നു, നമ്മുടെ സംസാരം വളരെ മാന്യമായി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾ ഗുരുദേവന്റെ ആ എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഇടം വേണം. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചത് ഞങ്ങളെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ സമുദായത്തെയും വിളിച്ചു പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോകണം. ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞത് കാലങ്ങൾ കഴിഞ്ഞില്ല, 100 വർഷം. 2024 100 വർഷം ഗുരുദേവൻ വളരെ ശക്തമായി 100 കണക്കിന് കാര്യങ്ങൾ തീരുമാനിച്ചത് നടപ്പായി. 101ാമത് വർഷം മഹാത്മാഗാന്ധിയുടെ ഈ 25 പോയ 25 മഹാത്മാഗാന്ധി ഖണ്ഡകാലമാണ്. അതിന്റെ സമ്മേളനവും പ്രധാനമന്ത്രി അടക്കം ഉദ്ഘാടനം ചെയ്തു. ബോധമില്ലേ? വിവരമില്ലേ? ഇപ്പോഴും കീപ്പോട്ട് നോക്കി നടക്കാണോ?
അങ്ങനെ നടക്കണ്ട, നമുക്ക് ഒരുമിച്ച് അങ്ങനെ നേരെ നടക്കാം, ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ പിന്തുണയും കുന്നത്നാട് SNDP യൂണിയന്റെ ഉണ്ടാകും. ഇവിടെ വന്നിട്ടുള്ള നേതാക്കന്മാർക്ക്, എൻ്റെ സ്നേഹമുള്ള അധ്യക്ഷ വഹിച്ച ഷീബ ടീച്ചർക്കും സന്തോഷിനും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എല്ലാ നേതാക്കന്മാർക്കും, ഇവിടെ കൂടിയ മഹാജനങ്ങൾക്കും എല്ലാവർക്കും മുക്തകണ്ഠം ഞാനിതിനെ കൃതജ്ഞ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ യോഗത്തെ സമ്പന്നമാക്കിയ എല്ലാ യൂണിയനിൽ നിന്നും വന്ന എന്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ശിരസ്സ് വയ്ക്കുക. ഇവിടെ കൃത്യമായി എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അറിയാവുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സന്തോഷ് സാറുണ്ട്. ഒരു കാര്യം ശക്തമായി പറയാം, ഇതൊരു സൂചന മാത്രമാണ്. SNDP യോഗത്തിൽ കരിയോയിൽ ഒഴിക്കാൻ വന്നാൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ദേഹത്ത് കരിയോയിൽ ഒഴിക്കുമെന്നേ. ആ ചിന്ത അവന്റെ തലച്ചോറിൽ ഉദിക്കുന്നതിന് മുമ്പ്, അത് അവന്റെ കൈവിരലിലേക്ക് പ്രസരിക്കുന്നതിന് മുമ്പ് ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് അത് തടുക്കുവാനായിട്ട്. അത് വിസ്മരിച്ചുകൊണ്ട് ഒരാളും മുന്നോട്ട് പോകേണ്ട. ഞങ്ങളുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും. അത്രയ്ക്ക് വീര്യമുള്ള സമര പോരാട്ട സംഘടനയാണ് SNDP യോഗം. അതൊന്ന് റിപ്പോർട്ടർ ചാനൽ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ പ്രിയങ്കരനായ SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരേക്കണ്ടി സന്തോഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിവിധ യൂണിയനുകളുടെയും അതോടൊപ്പം പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, അതോടൊപ്പം ഇവിടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ഷീബ ടീച്ചർ, മറ്റ് ഈ സമര പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോളണ്ടിലെ ചെണ്ടയല്ല എന്ന് ആദ്യമായി ഇവരെ അറിയിക്കുകയാണ് നമ്മുടെ കാര്യം. ആർക്കും മുട്ടാനുള്ള ചെണ്ടയല്ല SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ടാവണം. മറ്റൊരു കാര്യം, നേരത്തെ അധ്യക്ഷ പറഞ്ഞതുപോലെ മൈക്കെടുത്ത് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒരുപാട് 4 മണിക്കൂറിലേറെ അവിടെ പരിപാടിയായിട്ടിരുന്നിരുന്ന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വയസ്സ് പോലും മാനിക്കാതെ അദ്ദേഹത്തിന് നേർക്ക് ഈ മൈക്ക് കാണിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു പോയാൽ മതി എന്ന് പറയുന്ന രീതി കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, എന്താണ് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ട കാലത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് അനാചാരങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സംബന്ധിച്ച് കണിച്ചുകുളങ്ങരയിൽ വേലപ്പടയണി എന്ന അനാചാരം നിർത്തിവെക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടി വന്ന ഒരാളാണ് അദ്ദേഹം. ആ വേലപ്പടയണി എന്നുള്ളത് 3 ആളുകൾ 3 പേരെയെങ്കിലും ഒരു വർഷം കൊന്ന് താഴെയിടുന്ന തരത്തിലുള്ള നീചമായ ഒരു കർമ്മമായിരുന്നു. ആ കർമ്മം നിർത്തിവെക്കാൻ വേണ്ടി ഒരുപാട് അതിന് മുന്നിട്ടിറങ്ങിയ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ എതിരാളികൾ ചെയ്തത് ആസിഡ് ബൾബ് എറിഞ്ഞുകൊണ്ട് വെട്ടിയ ഒരു ചരിത്രമുണ്ട്. 3 മാസത്തോളം അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിയ സംഭവങ്ങൾ ഏതൊരാൾക്ക് നോക്കിയാലും മനസ്സിലാക്കാവുന്ന ഭൂതകാലം അദ്ദേഹത്തിനുണ്ട്. ഏത് കാര്യത്തെയും എതിർക്കുന്നതിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തുറന്നു പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്.
എപ്പോഴും ആളുകൾ പറയും അദ്ദേഹത്തിൻ്റെ കച്ചവടം എന്താണെന്ന് നോക്കാൻ പറയുന്ന ആളുകൾ പലരും ഇന്നലെ തൊട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ നമ്മൾ അറിയേണ്ട കാര്യമുള്ളൂ, എന്ത് കാര്യം ഏറ്റെടുത്താലും അത് ചെയ്തു തീർക്കുന്ന ഒരു സ്വഭാവം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്കുണ്ട്. SD കോളേജ് തൊട്ട് അങ്ങ് തോട്ടപ്പള്ളി സ്പിൽവേ വരെയുള്ള കടൽ കയറുന്ന ഹൈവേ ആരും പ്രവർത്തനത്തിന് എടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് പ്രവൃത്തി സ്വയം ഏറ്റെടുക്കാൻ സന്നദ്ധനായിക്കൊണ്ട് ആ ഹൈവേ ഉണ്ടാക്കിയ ഒരു ചരിത്രം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ട്. അത് മാത്രവുമല്ല, എറണാകുളം ടു ആലപ്പി റെയിൽവേയുടെ പണി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കൊടുത്തത് ഈ മെട്രോ ശ്രീധരൻ എന്ന് പറയുന്ന നമ്മുടെ മെട്രോ മാനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മധുര ഡിണ്ടിക്കൽ ബ്രോഡ്വേ ഗേജ് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയിട്ടാണ് ബ്രോഡ്വേ ഗേജ് ആക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് അവസരം കൊടുത്തുകൊണ്ട് അത് സമയബന്ധിതമായി തീർത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കൊങ്കൺ റെയിൽവേയിൽ കോൺട്രാക്ട് കൊടുക്കുന്ന കാര്യം ഒരു പ്രത്യേക റീച്ച് ഒരു കാരണവശാലും ആരും ഏറ്റെടുക്കാത്ത റീച്ചിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി കൊടുക്കുകയും അത് അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്ത ഒരു ചരിത്രം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്കുണ്ട്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുടെ കാര്യവും ആ ചരിത്രത്തിലൂടെ കടന്നു വന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ കടന്നു വന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് മാത്രവുമല്ല, അദ്ദേഹമല്ലേ ഈ വൈക്കത്ത് ടി.വിപുരം സിമത്തേരിയിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കുടിവെള്ളം പോലും ഇല്ലാത്ത സാഹചര്യം അവിടെ ശ്മശാനം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ അവിടത്തേക്ക് ചെന്നുകൊണ്ട് അവിടെ സമരം ചെയ്യുകയും ആ സമരത്തിലൂടെ ആ കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള നമ്മുടെ സമുദായ അംഗങ്ങളെ രക്ഷിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തത് മറ്റാരുമല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഡൽഹി മെട്രോ എടുക്കാൻ വേണ്ടി ഈ ശ്രീധരൻ ക്ഷണിച്ചു കൊണ്ടുപോയത് എന്ന് കൂടി നമ്മൾ അറിയേണ്ട കാര്യമാണ്. അത്രയും ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ അത്ര ഭംഗിയായി സിൻസിയറായിട്ട് ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹമെന്നും അങ്ങനെ പ്രത്യേക പരിഗണന അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് വന്നപ്പോഴാണ് ആ ഡൽഹി മെട്രോ തന്നെ ഒഴിവായി പോകുന്ന സാഹചര്യം അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി അദ്ദേഹം മാറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന തരത്തിൽ മലപ്പുറത്തിൻ്റെ കാര്യം സംസാരിച്ചു എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നിലമ്പൂരിൽ അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ നിലമ്പൂർ യൂണിയന്റെ കീഴിൽ ഒരു സ്കൂൾ അവിടെ ഉണ്ടായി. എടക്കര ഗ്രാമപഞ്ചായത്തിൽ കൗക്കാട് എന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 20 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളിന് അപേക്ഷ കൊടുത്തത് എയ്ഡഡ് ആക്കാനല്ല, ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ, ഒരു അഫിലിയേഷൻ കിട്ടാൻ വേണ്ടി സർക്കാരിലേക്ക് കൊടുത്തു. ആ അപേക്ഷ നിഷ്കരണം അത് തുടങ്ങിയ കാലം മുതൽ തള്ളിപ്പോയ സാഹചര്യത്തിലാണ്. അവിടെ ഒരേ ഒരു സ്കൂളാണ് ഈ പറയുന്ന മലപ്പുറത്ത് SNDP യോഗത്തിന്റെ കീഴിൽ ഈ സമുദായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്കൂൾ. അത് അൺഎയ്ഡഡ് സ്കൂളാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉള്ള ഒരു കാര്യം, അതിന് ഒരുപാട് പ്രാവശ്യം അവർ കൊടുത്തിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ നടന്നൊരു കാര്യം, ഈ മലപ്പുറത്ത് 2002 SNDP യോഗം ഒരു സ്വാശ്രയ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടായി. ആ സ്വാശ്രയ കോളേജ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവിടെ സൗജന്യമായിട്ട് പഠിക്കുവാനോ സൗകര്യമില്ലാതെ ഫീസ് അടച്ചിട്ട് പഠിക്കാനുള്ള കോളേജാണ്. അതേ സമയത്ത് തന്നെ അവിടെ ഇവിടെ അപേക്ഷ വളരെ കൃത്യമായിട്ട് SNDP യോഗത്തിൻ്റെത് അന്നത്തെ ഗവൺമെന്റിലേക്ക് പോവുകയും ഗവൺമെന്റിൽ ആ കാലത്ത് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നോക്കക്ഷേമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികളുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും ആളുകളും ഒക്കെ കെട്ടിമറിയുന്ന കാലത്ത് അവരോട് ഇത് നൽകുവാൻ പറഞ്ഞിട്ട് യാതൊരു കാരണവശാലും അത് നൽകിയില്ലെന്ന് മാത്രമല്ല, നമ്മൾ അറിയേണ്ടത് 2005-2006 അമൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്
എന്ന പേരിൽ അവിടെ ഇവരുടെ ഒരു പ്രത്യേക കോളേജ് അവർക്ക് നൽകുവാനുള്ള സംവിധാനം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു എന്നുള്ളതാണ്. 2013-2014 അവിടെ ഡോക്ടർ അംബേദ്കർ കോളേജ് UDFന്റെ നേതാക്കന്മാരൊക്കെ അതിന്റെ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന രീതിയിലുള്ള കോളേജ് കൊടുക്കുവാൻ അവർ നിർബന്ധിതരാവുകയും കോളേജ് നൽകുകയും ചെയ്തു. അപ്പോഴും SNDP യോഗത്തിന്റെ ഒരേ ഒരു കോളേജിന്റെ അപേക്ഷ അവരുടെ മുന്നിൽ കിടക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം 2013-2014 കഴിഞ്ഞപ്പോൾ 2014-2015 ഈ ഗവൺമെന്റ്, അന്നത്തെ UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ അവർ ചെയ്തൊരു പ്രവൃത്തി, വേങ്ങരയിൽ ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള മലബാർ കോളേജിന് പ്രത്യേകമായിട്ട് എയ്ഡഡ് പദവി കൊടുത്തുകൊണ്ട് അതിനുള്ള സംവിധാനവും അവർ ചെയ്തു. പക്ഷെ അന്നും SNDP യോഗത്തിന്റെ കോളേജിൽ, സെൽഫ് ഫൈനാൻസ് കോളേജിന് അതൊന്ന് എയ്ഡഡ് ആക്കുവാനുള്ള യാതൊരു കാര്യവും അവർ ചെയ്തില്ല. മാത്രവുമല്ല, നമ്മുടെ അപേക്ഷകളെല്ലാം തന്നെ അവിടെ കിടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ മുഴുവനായിട്ടും ആ സമയത്ത് പല അപേക്ഷകൾ ഉണ്ടായിട്ടും അതൊന്നും പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിലമ്പൂരിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഈ വിഷമം അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതൊരു പ്രത്യേക സംസ്ഥാനമല്ലേ, ഇവിടെ എല്ലാം എഴുതിയെടുക്കുന്ന സ്ഥലമല്ലേ എന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തിയെങ്കിൽ ഈ വേദന കൊണ്ട് നടത്തിയ ഒരു പരാമർശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം അവിടെയുള്ള സ്ഥിതി കൂടി ഞാനൊന്ന് വിശദീകരിക്കാം. 12ഓളം എയ്ഡഡ് കോളേജുകളാണ് മലപ്പുറത്തുള്ളത് എന്ന് നിങ്ങൾ അറിയണം. 12 എയ്ഡഡ് കോളേജുകൾ. അത് മാത്രമല്ല 6 കോളേജുകൾ, അതിൽ ഈ അറബിക് കോളേജുകൾ, അറബിക്ക് പഠിപ്പിക്കുന്ന 6 കോളേജുകളുണ്ട്. ആ കോളേജുകളിൽ പലതും എയ്ഡഡ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും ഒരു മതേതരവാദിയല്ലാതെ മതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക വർഗീയമാണ് അദ്ദേഹം എന്ന് പറയുവാനുള്ള യാതൊരു കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് കൂടി നമ്മളൊന്ന് തിരിച്ചറിയണം. റഹീം അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഓഡിറ്റേഴ്സ് ആണ് നമ്മുടെ ശ്രീനാരായണ ട്രസ്റ്റിന്റെ മുഴുവൻ ഓഡിറ്റുകളും ചെയ്യുന്നത് എന്ന് എത്രയോ വർഷങ്ങളായി ആ റഹീമും ആളുകളുമാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം അഡ്വക്കേറ്റ് നിസാർ അഹമ്മദ്, നമുക്ക് നേരെ വരുന്ന ഒരുപാട് കേസുകെട്ടുകളൊക്കെ SNDP യോഗത്തിന് വേണ്ടി പിടിക്കുന്നത് കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ നിസാർ അഹമ്മദും അദ്ദേഹത്തിന്റെ കൂട്ടാളികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രവുമല്ല, ഇവിടെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറുണ്ട്. ആ സിൻഡിക്കേറ്റ് മെമ്പർ ആവട്ടെ SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും കോളേജുകളിൽ സെനറ്റിലേക്കുള്ള വോട്ടുകൾ മൊത്തമായിട്ട് നൽകുന്നത് കഴിഞ്ഞ 2 ടേമിലായിട്ട് ഈ പറയുന്ന അബ്ദുൾ റഹീമിനാണ്. അദ്ദേഹം നമ്മുടെ ശബ്ദമായി തന്നെ അവിടെ എന്നും പ്രവർത്തിക്കാറുണ്ട്. കൂടാതെ അദ്ദേഹം ശ്രീനാരായണ ട്രസ്റ്റിന്റെ ലൈഫ് മെമ്പർ കൂടിയാണ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അടിവരയിട്ട് പറയുന്നു. ആ തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമാണ്. ശിവഗിരിയുടെ മണ്ണിൽ വളരെ കൃത്യമായി പ്രസംഗം നടത്തിക്കൊണ്ട് അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ വ്യക്തമായ കാര്യങ്ങൾ ആ ശിവഗിരിയുടെ മണ്ണിൽ അദ്ദേഹത്തിനുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ മണ്ണിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലേബിൾ അടിച്ചു കൊടുക്കുവാനുള്ള ശ്രമം നടത്തിയത് പ്രതിഷേധാർഹമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വളരെ പ്രതിഷേധാർഹമാണ്. ആ ശിവഗിരിയുടെ മണ്ണിൽ വെച്ച് ഈ തരത്തിലുള്ള ഒരു കുൽസിത പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് അവിടെ കാണിക്കുന്ന തരത്തിൽ അതിനെ ചിത്രീകരിച്ചതാണ് ഈ വിഷയങ്ങൾക്ക് കാരണമായി വന്നതെന്നും അദ്ദേഹത്തെ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് അതിന് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ തലക്ക് ഓളമില്ലാത്തതുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ആ ഓളമാണ് അവന് നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ശക്തി എന്നുള്ളത്
തിരിച്ചറിയണം, ഇവരൊക്കെ തിരിച്ചറിയണം. ഇനിയെങ്കിലും അറിയണം വെള്ളാപ്പള്ളി നടേശൻ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതും ഈ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കേണ്ട സമയമാണിത്. സംവരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളുമായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് സ്വീകരിക്കാനും അത് നമുക്ക് സ്വായത്തമാക്കാനും ഇടയാക്കിയത് നമ്മുടെ തന്നെ നേതാക്കന്മാരുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തിന് മുമ്പ് ഈ സമുദായം, എല്ലാ സമുദായവും പിന്നോക്കത്തിൽപ്പെടുന്ന എല്ലാവർക്കും ആ ഗുണം കിട്ടിയത് അന്ന് സി കേശവന്റെ നിവർത്തന പ്രക്ഷോഭമാണ് എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക കേരളത്തിന് കേരള പിറവി എടുത്തതിന് ശേഷം നെട്ടൂർ കമ്മീഷനാണ് നമുക്ക് ഈ സംവരണം നൽകി തന്നത്. ആ സംവരണ പ്രകാരം നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ, നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ആവശ്യം പറയുമ്പോൾ മാത്രം മതമാണ് 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 എന്ന് പറഞ്ഞ മതമാണ് നമ്മുടെ മതം, മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് അതൊന്നും ഹൈലൈറ്റ് ചെയ്യാതെ